നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വധശ്രമക്കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായി കോവിഡ് കെയർ സെന്ററിൽ കഴിയുന്നതിനിടെ രക്ഷപ്പെട്ട പ്രതി 4 വർഷത്തിനു ശേഷം അറസ്റ്റിൽ. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആത്തം ഖാനാണ് അറസ്റ്റിലായത്. കാസർഗോഡ് ചന്ദ്രഗിരി ജംഗ്ഷനിൽ പോലീസ് സ്ഥാപിച്ച CCTV സംവിധാനം കണ്ടെയ്നർ ലോറി ഇടിച്ച് തകർന്നു. ലോറിയെ പിന്നീട് മഞ്ചേശ്വരത്ത് നിന്നും പോലീസ് പിടികൂടി. AITUC വടക്കൻ മേഖലാ ജാഥയ്ക്ക് കാസർഗോഡ് ആവേശകരമായ തുടക്കം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ. വനിതാ ലീഗ് ജില്ലാ കമ്മിറ്റി നസീമ ടീച്ചർ അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി ഒരു സർക്കാർ വിദ്യാലയത്തിൽ FM റേഡിയോ. മഞ്ചേശ്വരം മുത്യാവര ഹയർ സെക്കൻഡറി സ്കൂളിലാണ് FM റേഡിയോ സംപ്രേഷണം ആരംഭിച്ചത്. SKSSF കാസർഗോഡ് ജില്ലാ സർഗലയം 13 മുതൽ നെല്ലിക്കട്ടയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി കോവിഡ് കെയർ സെന്ററിൽ കഴിയുന്നതിനിടെ രക്ഷപ്പെട്ട പ്രതി 4 വർഷത്തിനു ശേഷം അറസ്റ്റിൽ. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആത്തം ഖാനാണ് അറസ്റ്റിലായത്. കൈക്കമ്പയിലെ വീട്ടിൽ വന്ന വിവരമറിഞ്ഞ് വീട് വളഞ്ഞ് സാഹസികമായാണ് ആത്തം ഖാനെ പോലീസ് പിടികൂടിയത്. വധശ്രമത്തിന് പുറമെ നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണ്. കോവിഡ് മഹാമാരി കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലത്ത് വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി നീലേശ്വരം പടന്നക്കാട് കോവിഡ് കെയർ സെന്ററിൽ പ്രവേശിപ്പിച്ച ആത്തം ഖാൻ 2020 സെപ്റ്റംബർ 29 രാത്രിയിലാണ് ഇവിടെ നിന്നും പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെട്ടത്. മുസ്ലിം ലീഗ് പ്രവർത്തകനായ ഉപ്പളയിലെ മുസ്തഫയെ 2019 ഡിസംബർ 26 വധിക്കുവാൻ ശ്രമിച്ചുവെന്ന കേസിൽ ഉൾപ്പെട്ടയാളായിരുന്നു ആത്തം ഖാൻ. കൊലപാതക ശ്രമത്തിനു ശേഷം ആത്തം ഖാനും കൂട്ടാളി നൌഷാദും രക്ഷപ്പെട്ടിരുന്നു. കാസർഗോഡ് DYSP ആയിരുന്ന P ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരുടെ ഒളിത്താവളം കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് കോടതി നടപടികൾക്ക് ശേഷം ആത്തം ഖാനെ കോവിഡ് കെയർ സെന്ററിൽ പാർപ്പിക്കുകയായിരുന്നു. കോവിഡ് കെയർ സെന്ററിന്റെ 2ാം നിലയിലെ ജനൽ വഴി താഴെയിറങ്ങിയാണ് പ്രതി രക്ഷപ്പെട്ടത്. ഇതിനുശേഷം ഇയാളെ കണ്ടെത്തുവാനും പിടികൂടുവാനുമായി പോലീസ് വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും പിടികൂടുവാനായിരുന്നില്ല. കോവിഡ് കെയർ സെന്ററിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം കർണാടക, കേരളം, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതിനു ശേഷം കേരളത്തിലെ ചില കേന്ദ്രങ്ങളിലും ഇയാൾ ഒളിവിൽ താമസിച്ചിരുന്നു. ഈ 3 സംസ്ഥാനങ്ങളിലായി വധശ്രമം, മോഷണം, കഞ്ചാവ് വിൽപ്പന തുടങ്ങിയ നിരവധി കേസുകൾ ആത്തം ഖാന്റെ പേരിലുണ്ട്. പല കേസുകളിലും ഇയാൾക്ക് വാറണ്ടുമുണ്ട്. വർഷങ്ങളായി പോലീസ് തേടിക്കൊണ്ടിരുന്ന പ്രതി ചൊവ്വാഴ്ച രഹസ്യമായി കൈക്കമ്പയിലെ വീട്ടിൽ വന്ന വിവരമറിഞ്ഞ് വീട് വളഞ്ഞാണ് സാഹസികമായി പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവി D ശില്പയുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് DYSP CK സുനിൽകുമാർ, മഞ്ചേശ്വരം ഇൻസ്പെക്ടർ അനൂപ് കുമാർ, SI രതീഷ് ഗോപി, CPOമാരായ വിജയൻ, KM അനീഷ് കുമാർ, M സന്ദീപ്, CH ഭക്തശൈൽവൻ എന്നിവർ ചേർന്നാണ് ആത്തം ഖാനെ പിടികൂടിയത്. പ്രതിയെ ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കുകയും കോടതി ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അബ്ദുൽ റഹ്മാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ചന്ദ്രഗിരി ജംഗ്ഷനിൽ പോലീസ് സ്ഥാപിച്ച CCTV സംവിധാനം കണ്ടെയ്നർ ലോറി ഇടിച്ച് തകർന്നു. സംഭവത്തിന് ശേഷം കടന്നുകളഞ്ഞ ലോറിയെ പിന്നീട് മഞ്ചേശ്വരത്ത് നിന്നും പോലീസ് പിടികൂടി. കണ്ടെയ്നർ ലോറിയിടിച്ചതിനെ തുടർന്ന് കാസർഗോഡ് ചന്ദ്രഗിരി ജംഗ്ഷനിൽ പോലീസ് സ്ഥാപിച്ച CCTV സംവിധാനം തകർന്നു. സംഭവത്തിന് ശേഷം കടന്നുകളഞ്ഞ ലോറിയെ പിന്നീട് മഞ്ചേശ്വരത്തു നിന്നും പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ലോറിയിടിച്ചത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞിരുന്നു. വിവരമറിഞ്ഞ് പോലീസ് ലോറിയെ പിന്തുടർന്ന് മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിന് സമീപത്തു നിന്നാണ് പിടികൂടിയത്. പോലീസ് കൈകാണിച്ചപ്പോൾ നിർത്താതെ ലോറി പോയി. ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടതിനു ശേഷം ഡ്രൈവർ ഇറങ്ങിപ്പോകുകയായിരുന്നു. തുടർന്ന് ലോറിയുടെ അടുത്തേക്ക് ഡ്രൈവർ എത്തിയപ്പോൾ പിടികൂടുകയായിരുന്നു. സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കാസർഗോഡ് പോലീസ് ആൽഫ കൺട്രോൾ റൂമിൻ്റെ ANPR ആൻഡ് CCTV റാക്ക് ക്യാം ബോക്സിനും പ്ലാറ്റ്ഫോമിനും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. കൊച്ചിയിലെ ഏജൻസി ജീവനക്കാരെത്തി തകർത്ത ബോക്സ് പരിശോധിച്ചു. ക്യാമറയുടെ DVRന് കേടുപാടുകൾ പറ്റിയതിനാൽ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായാണ് കണക്കാക്കുന്നത്.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൊഴിൽ മേഖലകളിൽ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് AITUCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൻ്റെ പ്രചരണാർത്ഥമുള്ള വടക്കൻ മേഖലാ ജാഥയ്ക്ക് കാസർഗോട്ട് ആവേശകരമായ തുടക്കം. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം P. സന്തോഷ് കുമാർ AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസിന് പതാക കൈമാറി ജാഥ ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മേഖലകളിൽ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് AITUCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായാണ് വടക്കൻ മേഖലാ ജാഥ സംഘടിപ്പിക്കുന്നത്. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം P. സന്തോഷ് കുമാർ, ജാഥ ലീഡർ AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസിന് പതാക കൈമാറി ജാഥ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തോട് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും കാണിക്കാത്ത വിവേചനം രാഷ്ട്രീയമായ കാരണങ്ങളാൽ വളരെ ബോധപൂർവം കാണിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ജീവിത അനുഭവമാണ്. വേണമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം, ന്യായമായും ചെയ്യാൻ കഴിയുന്ന കാര്യം, സാങ്കേതികത്വങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം, ഇതൊക്കെ ചെയ്യുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന് ഒരു തടസ്സവുമില്ല എന്ന് ഒട്ടേറെ തവണ നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. 1 രൂപ കൊണ്ടുപോകുമ്പോൾ 20, 21, 22 പൈസ മാത്രം ഇങ്ങോട്ട് തന്നിട്ട് ബാക്കിയെല്ലാം സുഖമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ പോലും നിഷേധിക്കുന്നു എന്ന് പറയുന്നത് മര്യാദകേടും അപമാനവും ക്രൂരതയുമാണ് എന്ന കാര്യത്തിനകത്തൊരു സംശയമില്ല. അതുകൊണ്ട് ഈ സംവിധാനം ആകെ പുനഃപരിശോധിക്കണം എന്നുള്ളതാണ് കേരളം ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സംഘാടക സമിതി ചെയർമാൻ V. രാജൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ ബിജു ഉണ്ണിത്താൻ സ്വാഗതം പറഞ്ഞു. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി E. ചന്ദ്രശേഖരൻ MLA, CPI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി CP ബാബു, AITUC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് KS കുര്യാക്കോസ്, ജില്ലാ ജനറൽ സെക്രട്ടറി T. കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജാഥയിൽ സംസ്ഥാന സെക്രട്ടറിമാരായ KK അഷ്റഫ് വൈസ് ക്യാപ്റ്റനും KG ശിവാനന്ദൻ ഡയറക്ടറുമായി. R. പ്രസാദ്, P. സുബ്രഹ്മണ്യൻ, വിജയൻ കുനിശ്ശേരി, KV കൃഷ്ണൻ, CK ശശിധരൻ, ചെങ്ങറ സുരേന്ദ്രൻ, താവം ബാലകൃഷ്ണൻ, PK മൂർത്തി, KC ജയബാലൻ, K. മല്ലിക, എലിസബത്ത് അസീസി, PK നാസർ എന്നിവർ അംഗങ്ങളായി. കാസർഗോഡ് ജില്ലയിലെ പര്യടനത്തിന് ശേഷം ജാഥ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. 17-ന് തൃശൂരിലാണ് ജാഥ സമാപിക്കുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൊഴിൽ മേഖലകളിൽ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് AITUCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായുള്ള AITUC വടക്കൻ മേഖലാ ജാഥയ്ക്ക് ബദിയടുക്കയിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് നിന്നും ആരംഭിച്ച AITUC വടക്കൻ മേഖലാ ജാഥയ്ക്ക് ബദിയടുക്കയിൽ സ്വീകരണം നൽകി. R. പ്രസാദ്, P. സുബ്രഹ്മണ്യൻ, വിജയൻ കുനിശ്ശേരി, KV കൃഷ്ണൻ, CK ശശിധരൻ, ചെങ്ങറ സുരേന്ദ്രൻ, താവം ബാലകൃഷ്ണൻ, PK മൂർത്തി, KC ജയപാലൻ, K. മല്ലിക, എലിസബത്ത് അസീസി, PK നാസർ എന്നിവർ അംഗങ്ങളായി. കേരളത്തിലെ തൊഴിലാളി വർഗം ഇവിടെ സൂചിപ്പിച്ച ബീഡി തൊഴിലാളികളും നിർമ്മാണ തൊഴിലാളികളും ചുമട്ടുതൊഴിലാളികളും പ്ലാന്റേഷൻ മേഖലയിൽ പണിയെടുക്കുന്നവരും കയർ മേഖലയിൽ പണിയെടുക്കുന്നവരും എല്ലാം, ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അവർക്ക് എക്കാലവും ആഭിമുഖ്യം ഈ ചുവപ്പിനോടാണ്, ഇടതുപക്ഷത്തിനോടാണ്. അത്തരമൊരു ഗവൺമെൻറ് ഭരണം തുടരുമ്പോൾ കൃത്യമായും ഇടതുപക്ഷ നിലപാടുകളിൽ നിന്ന് വ്യതിയാനം ഉണ്ടാകാൻ പാടില്ല എന്ന് ഞങ്ങൾ പരസ്യമായി പറയും. ആ വ്യതിയാനം എവിടെയെല്ലാം ഉണ്ടായാലും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. തൊഴിൽ മേഖലകളിൽ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് തൊഴിൽ സുരക്ഷിതത്വത്തിനും അവകാശ സംരക്ഷണത്തിനും വേണ്ടി AITUC നേതൃത്വത്തിൽ നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായാണ് ജാഥ സംഘടിപ്പിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ പര്യടനത്തിന് ശേഷം ജാഥ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. 17-ന് തൃശൂരിലാണ് ജാഥ സമാപിക്കുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വനിതാ ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റായിരുന്ന K. നസീമ ടീച്ചറുടെ അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു. IUML ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. വനിതാ ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റായിരുന്ന K. നസീമ ടീച്ചറുടെ അനുസ്മരണം IUML ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. ഒരു ഇത്രയും മാരകമായ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ആരെയും അറിയിക്കാതെ നല്ല ജനങ്ങളുമായും വനിതാ ലീഗിന്റെ നേതാക്കളുമായും മറ്റ് പ്രവർത്തകരുമായും ഒക്കെ നല്ല രീതിയിൽ ഇടപെടാൻ അവർ ശ്രമിച്ചിരുന്നു.
പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിനും അവരുടെ ജോലിയിലും കൃത്യമായി മുഴുകിയിരുന്നു എന്നത് അവരുടെ പ്രവർത്തനത്തിന്റെ മനോധൈര്യത്തിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. അപ്പൊ ആ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് നിരവധി വിദ്യാർത്ഥികൾക്ക് വിദ്യ പകർന്നു കൊടുക്കാനും പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പാടുപെട്ടുകൊണ്ട് പ്രസ്ഥാനത്തെ ജില്ലയിലെ ഏറ്റവും വലിയൊരു ശക്തിയായി മാറ്റിയെടുക്കുന്നതിന് നസീമ ടീച്ചർ വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് ആർക്കും വിസ്മരിക്കാൻ പറ്റാത്ത ഒരു വസ്തുതയാണ്. വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് മുംതാസ് സെമീറ അധ്യക്ഷത വഹിച്ചു. ആയിഷ ഫർസാന പ്രാർത്ഥന നടത്തി. വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി സാഹിന സലീം സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുൾ റഹ്മാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷററും മുൻ മന്ത്രിയുമായിരുന്ന CT അഹമ്മദ് അലി, AM കടവത്ത്, ആയിഷ സത്താർ, നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം, KE ബക്കർ, ബഷീർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി ഒരു സർക്കാർ വിദ്യാലയത്തിൽ FM റേഡിയോ. മഞ്ചേശ്വരം ഉദ്യാവര ഹയർ സെക്കൻഡറി സ്കൂളിലാണ് FM റേഡിയോ സംപ്രേഷണം ആരംഭിച്ചത്. കുട്ടികൾക്ക് മികവാർന്ന അനുഭവം പകർന്നു നൽകുന്ന ഈ സംവിധാനം പഠനത്തിനും വിനോദത്തിനുമുള്ള പുതിയൊരു മാർഗമാണ്. എഴുത്തുകാരനും സംഗീത സംവിധായകനുമായ ഗണേഷ് പ്രസാദ് നായിക് റേഡിയോ സംപ്രേഷണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡിന്റെ അതിർത്തി മേഖലയ്ക്ക് അഭിമാന നിറവേകി ജില്ലയിൽ ആദ്യമായി ഒരു സർക്കാർ വിദ്യാലയത്തിലെ FM റേഡിയോ മഞ്ചേശ്വരം ഉദ്യാവര ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. ഉദയരാഗം FM റേഡിയോ എന്ന പേരിലാണ് റേഡിയോ സംപ്രേഷണം. കുട്ടികൾക്ക് മികവാർന്ന അനുഭവം പകർന്നു നൽകുന്നതിനായി സ്കൂളിന്റെ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ സ്കൂളിലെ വിവിധ ക്ലബ്ബുകൾ സംഘടിപ്പിക്കുന്ന പരിപാടികളും സൃഷ്ടികളുമാണ് സംപ്രേഷണം ചെയ്യുക. വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ മുതൽ വിദ്യാഭ്യാസപരമായ പ്രഭാഷണങ്ങൾ വരെ റേഡിയോ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ പദ്ധതി വിദ്യാർത്ഥികൾക്ക് പഠനത്തിനും വിനോദത്തിനും പുതിയൊരു മാർഗമൊരുക്കുന്നതാണ്. മഞ്ചേശ്വരം ഉദയ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു പുതിയ FM റേഡിയോ പ്രോഗ്രാമിലൂടെ അവരുടെ പരിപാടികൾ ആവിഷ്കരിക്കുകയാണ്. വിവിധ ക്ലബ്ബുകൾ സ്കൂളിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ സയൻസ് അതുപോലെ ലാംഗ്വേജ് തുടങ്ങിയ വിവിധ ക്ലബ്ബുകളുണ്ട്. ആ ക്ലബ്ബുകളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ വിദ്യാർത്ഥികൾ റേഡിയോ പ്രോഗ്രാമിലൂടെ അവതരിപ്പിക്കുന്ന പുതുമയാർന്ന ഒരു പരിപാടിയാണ് ഉദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചിരിക്കുന്നത്. മഞ്ചേശ്വരം SAT ഹയർ സെക്കൻഡറി സ്കൂളിലെ കന്നഡ അധ്യാപകനും എഴുത്തുകാരനും സംഗീത സംവിധായകനുമായ ഗണേഷ് പ്രസാദ് നായിക് റേഡിയോ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ വിദ്യാർത്ഥിനികളായ നഫീസത്ത്, ഫിദ, ഫാത്തിമത്ത്, മുഹസിന എന്നിവർ റേഡിയോ ജോക്കിമാരായി. Fida, are you ready to dive into the pronunciations, uncle? Ready as ever, Musina. Starting off with a fan favorite, Wednesday. Now everyone, don't let that sneaky D fool you. It's pronounced Wednesday, not Wednesday. Just ignore that D like you ignore text from your mom when she is asking if you cleaned your room. പ്രിൻസിപ്പൽ ജെറാൾഡ് ഐവാൻ ക്രാസ്ത, ക്യാമ്പസ് ഡയറക്ടർ ഫാദർ സന്തോഷ് ഡിസൂസ എന്നിവരുടെ നേതൃത്വത്തിൽ ടീച്ചർമാരും വിദ്യാർത്ഥികളും ചേർന്നാണ് വീഡിയോ പരിപാടികൾ ക്രമീകരിക്കുന്നത്. ആദ്യ സംപ്രേഷണം വിദ്യാർത്ഥികൾ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. സ്കൂളിന്റെ ശബ്ദം ലോകത്തെത്തിക്കുന്ന ഉദയരാഗം FM റേഡിയോ സ്കൂളിന്റെ വികസന വഴിയിലെ നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ഫിലിം സൊസൈറ്റി 50-ാം വാർഷികം ആഘോഷിക്കുന്നു. ഒരു വർഷത്തെ ആഘോഷ പരിപാടികളായിരിക്കും നടക്കുക. ഇത് സംബന്ധിച്ച് കാസർഗോഡ് പുലിക്കുന്നിലെ ജില്ലാ ലൈബ്രറി ഹാളിൽ ആലോചനാ യോഗം ചേർന്നു. 1975 രൂപം കൊണ്ട് ശ്രദ്ധേയമായ പ്രവർത്തന ചരിത്രമുള്ള കാസർഗോഡ് ഫിലിം സൊസൈറ്റി അതിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കൊരുങ്ങുകയാണ്. ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യയുടെ പയനിയർ ഫിലിം സൊസൈറ്റി ഇൻ സൗത്ത് ഇന്ത്യ എന്ന പുരസ്കാരം കാസർഗോഡ് ഫിലിം സൊസൈറ്റി കരസ്ഥമാക്കിയിരിക്കുന്നു. വാർഷികാഘോഷം സംബന്ധിച്ച് ജില്ലാ ലൈബ്രറി ഹാളിൽ ചേർന്ന ഫിലിം സൊസൈറ്റി അംഗങ്ങളും അഭ്യുദയാകാംക്ഷികളും ഉൾപ്പെട്ട ആലോചനാ യോഗത്തിൽ കാസർഗോഡ് ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് GB വത്സൻ അധ്യക്ഷത വഹിച്ചു. ഏറ്റവും ആദ്യം പ്രവർത്തിച്ചു തുടങ്ങുകയും ഇന്നും നിലനിൽക്കുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സൊസൈറ്റികൾക്ക് അവാർഡ് കൊടുക്കുക എന്നാണ് ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ സദേൺ റീജിയൻ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മുന്നേ പ്രവർത്തനം ആരംഭിച്ച ചലച്ചിത്ര ഫിലിം സൊസൈറ്റി, ചിത്രരേഖ ഫിലിം സൊസൈറ്റി അവരുടെ പ്രവർത്തനം നിലച്ചു. പിന്നെ വെരി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് കാസർഗോഡ് ഫിലിം സൊസൈറ്റി. അങ്ങനെയാണ് 1980
ദ പയനിയർ ഫിലിം സൊസൈറ്റി ഇൻ സൗത്ത് ഇന്ത്യ എന്നുള്ള ഒരു അംഗീകാരവും ഒരു അവാർഡും നമ്മുടെ മുരളിമാഷാണ് ചെന്നൈയിൽ പോയിട്ട് ആ അവാർഡും പ്രശസ്തി പത്രവും ഒക്കെ വാങ്ങിയിട്ട് വന്നത്. കാസർഗോഡ് ഫിലിം സൊസൈറ്റി സെക്രട്ടറി സുബിൻ ജോസ് സ്വാഗതം പറഞ്ഞു. ടി.എ. ഷാഫി, സി.എൽ. ഹമീദ്, എ.എസ്. മുഹമ്മദ് കുഞ്ഞി, അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ പെരുമ്പള, പി.എസ്. അജയകുമാർ, ഇ. ജനാർദ്ദനൻ, എരിയാൽ ഷെരീഫ്, സത്യഭാമ പി, രവീന്ദ്രൻ പാടി, കെ.വി. മണികണ്ഠദാസ്, അഷ്റഫ് കെ.എം.എ, പി.വി. സത്യനാരായണൻ, കെ.വി. ഗോവിന്ദൻ, അഡ്വക്കേറ്റ് ടി.വി. ഗംഗാധരൻ, ചരിഷ്മ സി എന്നിവർ സംസാരിച്ചു. യോഗാനന്തരം ഉറൂബിന്റെ രാച്ചിയമ്മ സിനിമാ പ്രദർശനവുമുണ്ടായിരുന്നു. ഒരു വർഷത്തെ ആഘോഷ പരിപാടികളാണ് വിഭാവനം ചെയ്യുന്നത്. കാസർഗോഡ് ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തന ചരിത്രം പ്രതിപാദിക്കുന്ന പുസ്തക പ്രകാശനം, ഹൗസ് മാഗസിൻ സിനിഋതത്തിന്റെ പുനഃപ്രസിദ്ധീകരണം, മലയാളത്തിലെയും അന്യഭാഷകളിലെയും സംവിധായകരെയും അഭിനേതാക്കൾ ഉൾപ്പെടുന്ന ചലച്ചിത്ര പ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക യോഗങ്ങൾ, ജി അരവിന്ദന്റെ ചലച്ചിത്ര സംഭാവനകൾ പ്രതിപാദിക്കുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കൽ, ക്ലാസിക് സിനിമകളുടെ പ്രദർശനവുമായി പ്രതിമാസ ഫിലിം മേളകൾ എന്നിവ 50ാം വാർഷികാഘോഷ വേളയിലുണ്ടാവും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിലെ കോടി പഞ്ചാക്ഷരി ജപവും ശ്രീചക്ര പൂജയും 16 മുതൽ 19 വരെ നടക്കും. എല്ലാ ദിവസവും രാവിലെ 7-നും 9-നും 11-നുമാണ് ജപയജ്ഞം. ഓരോ തവണയും 1000 ഭക്തർ വീതം യജ്ഞത്തിൽ പങ്കാളികളാകുമെന്നും ജപത്തിനിരിക്കുന്ന ഓരോ ആളും 1000 വട്ടം ജപമന്ത്രം ഉച്ചരിക്കുമെന്നും ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിലെ കോടി പഞ്ചാക്ഷരി ജപവും ശ്രീചക്ര പൂജയും 16 മുതൽ 19 വരെ നടക്കും. ഉച്ചില പത്മനാഭ തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ആരംഭ ദിനമായ തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതിയെ സ്വീകരിക്കും. എല്ലാ ദിവസവും രാവിലെ 7-നും 9-നും 11-നുമാണ് ജപയജ്ഞം. ഓരോ തവണയും 1000 ഭക്തർ വീതം യജ്ഞത്തിൽ പങ്കാളികളാകുമെന്നും ജപത്തിനിരിക്കുന്ന ഓരോ ആളും 1000 വട്ടം ജപമന്ത്രം ഉച്ചരിക്കുമെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി അനുഗ്രഹ പ്രഭാഷണം നടത്തും. രാത്രി 7 മണിക്ക് യക്ഷഗാന ബയലാട്ടവുമുണ്ടാകും. ചൊവ്വാഴ്ച രാവിലെ 11:30-ന് കൊണ്ടേവൂർ മഠാധിപതി യോഗാനന്ദ സരസ്വതിയെ പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കും. വൈകിട്ട് 6 മണിക്ക് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ നയിക്കുന്ന ഭക്തിഗാനവും തുടർന്ന് നൃത്തഭജനയുമുണ്ടാകും. ബുധനാഴ്ച രാവിലെ 11:30-ന് ഒടിയൂർ മഠാധിപതി ഗുരുദേവാനന്ദയ്ക്ക് സ്വീകരണം നൽകും. വൈകിട്ട് 5 മുതൽ ശ്രീചക്ര പൂജ തുടങ്ങും. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് സമാപന പരിപാടി നടക്കും. വൈകിട്ട് 7 മണിക്ക് കലൈമാമണി, വീരമണി രാജു, അഭിഷേക് രാജു എന്നിവർ അവതരിപ്പിക്കുന്ന ഭക്തിഗാന സന്ധ്യ അരങ്ങേറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 16-ാം തീയതി രാവിലെ 7 മണിക്ക് എടനീർ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ ഭാരതിയെ സ്വീകരിക്കുന്നതോടുകൂടി നമ്മുടെ യജ്ഞത്തിന് തുടക്കമാകും. ഒരു ദിവസം രാവിലെ 7 മണി, 9 മണി, 11 മണി ഇങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ട് അല്ലെങ്കിൽ 3 ബാച്ചുകളായിട്ടാണ് ഈ യജ്ഞം നടത്തുക. ഓരോ ബാച്ചിലുമായി അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലുമായി 1000 ആളുകൾ എന്ന രീതിയിൽ ഒരു ദിവസം 3000 ആളുകളും 3 ദിവസങ്ങളിൽ കൂടി 9000 ആളുകളും അവസാനത്തെ ദിവസം 1000 ആളുകളും കൂടെ മൊത്തം 10000 ആളുകൾ ഈ ജപയജ്ഞത്തിൽ പങ്കെടുക്കും. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ. ഗോവിന്ദൻ നായർ, ഡോക്ടർ വെങ്കിട്ടരമണ ഹൊള്ള, രാമപ്രസാദ്, കെ.ആർ. ഹരീഷ്, അർജുനൻ തായിലങ്ങാടി, ഉമേഷ് അണങ്കൂർ, കെ. കിഷോർ കുമാർ, ഗംഗാധരൻ കൂവത്തൊട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉദുമ ബേബൂരി സൗഹൃദ വായനശാല ആൻഡ് ഗ്രന്ഥാലയം സംഘടിപ്പിച്ച 5ാമത് കെ.ടി. മുഹമ്മദ് സംസ്ഥാനതല പ്രൊഫഷണൽ നാടക മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ശ്രീനന്ദനയുടെ യാനം മികച്ച നാടകമായി തിരഞ്ഞെടുത്തതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 5ാമത് കെ.ടി. മുഹമ്മദ് സംസ്ഥാനതല പ്രൊഫഷണൽ നാടക മത്സരത്തിൽ തിരുവനന്തപുരം ശ്രീനന്ദനയുടെ യാനം മികച്ച നാടകമായി തിരഞ്ഞെടുത്തു. യാനത്തിലെ അയൂബ് ഖാനെ മികച്ച നടനായും മല്ലികയെ മികച്ച നടിയായും തിരഞ്ഞെടുത്തു. യാനമൊരുക്കിയ മനോജ് നാരായണനാണ് മികച്ച സംവിധായകൻ. യാനം രചിച്ച ഓം ഷാ മികച്ച നാടകകൃത്തിനുള്ള അവാർഡിനും സ്നേഹമുള്ള യക്ഷിയിലെ അഭിനയത്തിന് അനിൽ ബാബു മികച്ച ഹാസ്യതാരത്തിനുള്ള അവാർഡിനും അർഹരായതായി ഭാരവാഹികൾ അറിയിച്ചു. മധു ബേടകം, ശ്രീനാഥ് നാരായണൻ, സതീഷ് പനയാൽ എന്നിവരടങ്ങിയ വിധികർത്താക്കളാണ് വിജയികളെ തെരഞ്ഞെടുത്തതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ശ്രീനന്ദന തിരുവനന്തപുരം അവതരിപ്പിച്ച യാനം എന്നുള്ള നാടകമാണ് മികച്ച നാടകമായിട്ട് തിരഞ്ഞെടുത്തത്.
മികച്ച രണ്ടാമത്തെ നാടകം ഇന്നലെ അവതരിപ്പിച്ച നാടകമാണ് സ്നേഹമുള്ള യക്ഷി. ചൈത്രധാര കൊച്ചിയാണ് സ്നേഹമുള്ള യക്ഷി എന്നുള്ള നാടകം അവതരിപ്പിച്ചത്. അവരാണ് മികച്ച രണ്ടാമത് നാടകം. മികച്ച സംവിധായകൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ഈ നാടകങ്ങളുടെ എല്ലാം സംവിധായകൻ, അവതരിപ്പിക്കപ്പെട്ട 4 നാടകങ്ങളുടെയും സംവിധായകൻ മനോജ് നാരായണൻ എന്ന സംവിധായകനാണ്. മൂപ്പരാണ് മികച്ച സംവിധായകൻ. യാനം, കലുങ്ക് എന്നീ 2 നാടകങ്ങൾക്കാണ് മികച്ച സംവിധാനം എന്നുള്ളത് വരുന്നത്. മികച്ച രചന യാനം എന്ന നാടകത്തിനാണ് ഓം ഷാ ആണ് ഈ നാടകത്തിൻ്റെ രചയിതാവ്. സംഘാടക സമിതി ചെയർമാൻ KV കുഞ്ഞിരാമൻ, ജനറൽ കൺവീനർ NA അഭിലാഷ്, ഭാരവാഹികളായ KV രഘുനാഥ്, ജൂറി അംഗം ശ്രീനാഥ് നാരായണൻ, രാജേഷ് മാങ്ങാട്, അബിത് ബേവൂരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ശ്രീ ധർമ്മശാസ്ത്ര സേവാ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള 59ാമത് അയ്യപ്പൻ തിരുവിളക്കുത്സവത്തിന് തുടക്കം. ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു. ഭക്തജനങ്ങളെ, തുഷാരമണികളാം രുദ്രാക്ഷമാലയണിഞ്ഞ് കുളിർ കാസർഗോഡ് ശ്രീ ധർമ്മശാസ്ത്ര സേവാ സംഘം അയ്യപ്പൻ തിരുവിളക്ക് ഉത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി കലവറ ഘോഷയാത്ര നടന്നു. നുള്ളിപ്പാടി അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. ഭക്തിയുടെ നിറവിൽ നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. ശ്രീ അയ്യപ്പസ്വാമിയുടെ വെള്ളിയുടെ ഛായാചിത്രഫലകത്തോടുകൂടി ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ പ്രവേശിച്ചു. ഉച്ചയ്ക്ക് മഹാപൂജ, പ്രസാദ വിതരണം എന്നിവയും നടന്നു. 15 വരെ 5 ദിവസങ്ങളിലായാണ് കാസർഗോഡ് ശ്രീ ധർമ്മശാസ്ത്ര സേവാ സംഘം 59ാം അയ്യപ്പൻ തിരുവിളക്ക് ഉത്സവം നടക്കുക. ഇതോടൊപ്പം ശിലാമയ പാണിപീഠവും നൂതന വെള്ളി ഛായാചിത്രം പ്രതിഷ്ഠയും നടക്കും. എടനീർ സ്വാമിജി സച്ചിദാനന്ദ ഭാരതിയുടെ സാന്നിധ്യത്തിലായിരിക്കും ദിവ്യ ചടങ്ങുകൾ നടക്കുക. ഉത്സവ ദിവസങ്ങളിൽ വിവിധ വൈദിക, ധാർമ്മിക, സാംസ്കാരിക പരിപാടികളും നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. JCI കാസർഗോഡിൻ്റെ 2025 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് വെള്ളിയാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. JCI കാസർഗോഡിൻ്റെ 2025 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് വെള്ളിയാഴ്ച കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം MLA E ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ 15 അംഗ ഗവേണിംഗ് ബോർഡ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. JCI എന്ന പ്രസ്ഥാനം എല്ലാ വർഷവും പുതിയ നേതൃത്വത്തിലേക്കാണ് വരുന്നത്. ഇപ്രാവശ്യത്തെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തിരിക്കുന്നത് JC മിഥുൻ ഗുരുക്കൽ വളപ്പാണ്. അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളും 2024 ഡിസംബർ 13 വൈകുന്നേരം 7 മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് പോകുകയാണ്. ആ ചടങ്ങിൽ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം MLA ശ്രീ E ചന്ദ്രശേഖരൻ അവരുകളാണ് മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നത്. KM മൊയിനുദ്ദീൻ, CK അജിത് കുമാർ, മിഥുൻ ഗുരുകലവളപ്പിൽ, യതീഷ് ബള്ളാൽ, റംസാദ് അബ്ദുള്ള, AM ഷിഹാബുദ്ദീൻ, മുഹമ്മദ് മഖ്സൂസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. SKSSF കാസർഗോഡ് ജില്ലാ സർഗലയം ഡിസംബർ 13 മുതൽ നെല്ലിക്കട്ടയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
SKSSF കാസർഗോഡ് ജില്ലാ സർഗലയം ഡിസംബർ 13 മുതൽ 3 ദിവസങ്ങളിലായി നടക്കും. 12 മേഖലകളിൽ നിന്നുള്ള 2000-ഓളം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കുമെന്നും വിപുലമായ സൗകര്യങ്ങളോടുകൂടിയ ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ അറിയിച്ചു. ജില്ലയുടെ സർഗലയം വരുന്നത് ഡിസംബർ 13, 14, 15 തീയതികളിൽ നെല്ലിക്കട്ടയിലാണ്. അതിൽ ദർസ് വിദ്യാർത്ഥികളുടെ മത്സരമുണ്ട്. അതോടൊപ്പം തന്നെ വനിതാ കോളേജുകളിലെ സഹ്റ എന്ന വിഭാഗത്തിനായിട്ടുള്ള മത്സരങ്ങളും അതോടൊപ്പം ജനറലായിട്ടുള്ള സാധാരണ 25ഓളം വയസ്സ് വരുന്നവരുടെ മത്സര ഇനങ്ങളും നടക്കുകയാണ്. ഡിസംബർ 13 തീയതിയാണ് സാഹിത്യ സായാഹ്നം എന്ന നിലയിൽ നടക്കുക. വൈകുന്നേരം 4 മണിക്ക് സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ വൈ അബ്ദുള്ള കുഞ്ഞിയുടെ നേതൃത്വത്തിൽ 15 നേതാക്കൾ SKSFൻ്റെ മുൻകാല പ്രസിഡന്റുമാരായിട്ടുള്ളവർ അതുപോലെയുള്ള നേതാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പതാക ഉയർത്തും. ശേഷം സാഹിത്യ സായാഹ്നം എന്ന നിലയിൽ നടക്കും. അതിൽ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന SKSFൻ്റെ സംസ്ഥാന സെക്രട്ടറി OPM അഷ്റഫ് സാഹിബാണ്. SKSSF ജില്ലാ പ്രസിഡന്റ് സുബൈർ ഖാസിമി പടന്ന, ജനറൽ സെക്രട്ടറി ഇർഷാദ് ഹുദവി ബദിര, സ്വാഗത സംഘം ചെയർമാൻ വൈ അബ്ദുള്ള കുഞ്ഞി, ജനറൽ കൺവീനർ സുലൈമാൻ നെല്ലിക്കട്ട, ട്രഷറർ അർഷാദ് ബേർക്ക, വർക്കിംഗ് ചെയർമാൻ മൂസ മൗലവി ഉബ്രങ്കള, വർക്കിംഗ് കൺവീനർ സിദ്ദിഖ് വെളിഞ്ചം, കോർഡിനേറ്റർ ഇബ്രാഹിം അസ്ഹരി പള്ളങ്കോട്, മീഡിയ ജനറൽ കൺവീനർ ഹമീദ് കുണിയ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ദീർഘകാലം പ്രവർത്തിച്ച നവതി ആഘോഷിക്കുന്ന റിട്ടയർഡ് പ്രൊഫസർ NN രാമൻകുട്ടിയെ ആദരിച്ചു. കേരള കാർഷിക സർവകലാശാല റിട്ടയറീസ് വെൽഫെയർ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് ആദരവൊരുക്കിയത്. പട്ടേൽ ഹാളിൽ നടന്ന സംഘടനാ പൊതുയോഗത്തിലാണ് റിട്ടയർഡ് പ്രൊഫസർ NN രാമൻകുട്ടിയെ ആദരിച്ചത്. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ T വനജ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ 2016 സെന്റിനറി ഭാഗമായിട്ട് ഏറ്റവും ആദ്യം പരിചയപ്പെട്ട ആള് രാമൻകുട്ടി സാറാണ്. കുറേ ബന്ധങ്ങൾ എവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെയാണ് റിട്ടയർഡ് ആൾക്കാരെ പരിചയപ്പെടൽ മാത്രമല്ല, ഇവരെ കുറിച്ചുള്ള 100 വർഷങ്ങൾ പറയുന്ന ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കുന്നതായിരുന്നു എന്നിൽ നിക്ഷിപ്തമായ ജോലി. പിന്നെ ഒരു സുവനീർ ഉണ്ടാക്കുക. അപ്പോൾ ഒട്ടുമേ അറിയാത്ത ആൾക്കാരാണ് എനിക്ക്. റിട്ടയറീസ് വെൽഫെയർ ഫോറം പ്രസിഡന്റ് MM ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. നവതിയിലെത്തിയ റിട്ടയർഡ് പ്രൊഫസർ NN രാമൻകുട്ടിയെ മുൻ അസോസിയേറ്റ് ഡയറക്ടർ സുമംഗല S നമ്പ്യാർ പൊന്നാട അണിയിച്ചു. CM സുകുമാരൻ ഉപഹാരം നൽകി. മുൻ അസോസിയേറ്റ് ഡയറക്ടർ PC ബാലകൃഷ്ണൻ, ഡോക്ടർ M ഗോവിന്ദൻ, ഡോക്ടർ E രാജഗോപാലൻ, ട്രഷറർ EV ശശിധരൻ, സെക്രട്ടറി V നാരായണൻ, VV കുഞ്ഞമ്പു എന്നിവർ സംസാരിച്ചു. കവിതാലാപനവും കരോക്കി ഗാനമേളയും നടന്നു. അടുത്ത വർഷം മുതൽ ബിരുദ പഠനത്തിൽ മികച്ച വിജയം നേടുന്ന റിട്ടയറീസ് വെൽഫെയർ ഫോറം കുടുംബാംഗങ്ങളുടെ മക്കൾക്ക് എൻഡോമെന്റ് പ്രഖ്യാപനവും പൊതുയോഗത്തിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് നുള്ളിപ്പാടി നേതാജി റെസിഡൻസ് അസോസിയേഷൻ കെട്ടിടോദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ഇതോടെ കാസർഗോഡ് നഗരത്തിലെ റെസിഡൻസ് അസോസിയേഷനുകളിൽ വെച്ച് സ്വന്തമായി കെട്ടിടമുണ്ടാകുന്ന ആദ്യത്തെ റെസിഡൻസ് അസോസിയേഷനായി നേതാജി റെസിഡൻസ് അസോസിയേഷൻ മാറി. കെട്ടിടോദ്ഘാടനത്തോടൊപ്പം അസോസിയേഷന്റെ ജനറൽ ബോഡി യോഗവും നടന്നു. കാസർഗോഡ് നുള്ളിപ്പാടി നേതാജി റെസിഡൻസ് അസോസിയേഷന്റെ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനവും ഒപ്പം അസോസിയേഷന്റെ ജനറൽ ബോഡി യോഗവും നടന്നു. കെട്ടിടം യാഥാർത്ഥ്യമായതോടെ കാസർഗോഡ് നഗരത്തിലെ റെസിഡൻസ് അസോസിയേഷനുകളിൽ വെച്ച് സ്വന്തമായി കെട്ടിടമുണ്ടാകുന്ന ആദ്യത്തെ റെസിഡൻസ് അസോസിയേഷനായി നേതാജി റെസിഡൻസ് അസോസിയേഷൻ മാറി. പ്രൗഢമായ ചടങ്ങിൽ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ അക്കാദമിക്കൽ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്കുള്ള ഉപഹാര വിതരണവും നടന്നു. കാസർഗോഡ് അഡീഷണൽ SP P ബാലകൃഷ്ണൻ നായർ കുട്ടികൾക്കുള്ള ഉപഹാര വിതരണം നിർവഹിച്ചു. സാംസ്കാരിക പ്രഭാഷകൻ മനോജ് പട്ടാനൂർ മുഖ്യ പ്രഭാഷണം നടത്തി. അസോസിയേഷൻ പ്രസിഡന്റ് ശശികാന്ത് ഷെട്ടി അധ്യക്ഷത വഹിച്ചു. സ്ഥാപക പ്രസിഡന്റ് V രാഘവൻ കെട്ടിട നിർമ്മാണ റിപ്പോർട്ടും മുനിസിപ്പൽ കൗൺസിലർമാരായ വരപ്രസാദ്, ശാരദ, ഫ്രാക് പ്രസിഡന്റ് GB വത്സൻ മാസ്റ്റർ, നാരായണ ഷെട്ടി മാസ്റ്റർ, A സുബ്ബണ്ണ റൈ, മെഡിക്കൽ ഫെലോഷിപ്പ് ജേതാവ് ഡോക്ടർ നാരായണ നായിക്, KV കുമാരൻ മാസ്റ്റർ, PV ബാബുരാജ്, അശോകൻ കുണിയേരി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി സന്ദീപ് ഷെട്ടി സ്വാഗതവും ഷറഫുദ്ദീൻ നന്ദിയും പറഞ്ഞു.
മിനീഷ് മാസ്റ്റർ പരിപാടി കോർഡിനേറ്റ് ചെയ്തു. തുടർന്ന് നടന്ന ജനറൽ ബോഡി യോഗത്തിൽ നേതാജി റെസിഡൻസ് അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ശശികാന്ത ഷെട്ടിയാണ് പുതിയ പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റായി എം ഷറഫുദ്ദീനെ തെരഞ്ഞെടുത്തു. സെക്രട്ടറിയായി സുബണ്ണ റയ്യെയും ജോയിന്റ് സെക്രട്ടറിയായി KP അശോകനെയും ട്രഷററായി കാർത്തികിനെയും ഓഡിറ്ററായി ബാലകൃഷ്ണ അടികയെയും യോഗം തിരഞ്ഞെടുത്തു. യോഗത്തിൽ YK ജയന്തി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 10 ദിവസം നീളുന്ന മുസ്ലിം യൂത്ത് ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് സമ്മേളനത്തിന് ഒരുക്കങ്ങളായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പ്രമുഖ പ്രാസംഗികർ വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികളിൽ പങ്കെടുത്ത് സംസാരിക്കും. ഡിസംബർ 13 രാവിലെ 10 മണിക്ക് പൂർവികർക്ക് പ്രാർത്ഥനയുമായി ഖബർ സിയാറത്ത് നടക്കും. 14, 15 തീയതികളിൽ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ പാട്ടുവണ്ടി നടത്തും. 15 ശാഖാതലങ്ങളിൽ പതാക ദിനം ആചരിക്കും. ഡിസംബർ 18 രാവിലെ വടക്കേ കൊവ്വലിൽ യുവ വനിതാ സംഗമം നടക്കും. 19 വൈകുന്നേരം ഉടുമ്പത്തലയിൽ നിന്ന് തൃക്കരിപ്പൂരിലേക്ക് കൊടിമര ജാഥയും 5 മണിക്ക് തങ്കയത്തിൽ നിന്ന് പതാക ജാഥയും നടക്കും. ഡിസംബർ 20 വൈകുന്നേരം 3 മണിക്ക് ബാൻഡ് സ്കൗട്ട് അകമ്പടിയോടെ ടൗണിലേക്ക് ബീരിച്ചേരിയിൽ നിന്നും 1000-ൽ പരം യുവജനങ്ങൾ അണിനിരക്കുന്ന റാലി നടക്കും. വൈകുന്നേരം സംസ്ഥാന നേതാക്കൾ അണിനിരക്കുന്ന പൊതുസമ്മേളനവും നടക്കും. ശാഖകളിൽ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി അമ്പെയ്ത്ത്, ചായമക്കാനി, പെനാൽറ്റി ഷൂട്ടൌട്ട് എന്നിവ ഇതിനകം നടന്നു. 50 ദിവസത്തോളം പ്രചാരണ അനുബന്ധ പരിപാടികൾക്ക് ശേഷമാണ് 10 ദിവസം നീളുന്ന സമ്മേളനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. ഇനി ഗ്രാമോത്സവവും ഗ്രാമയാത്രയ്ക്ക് ശേഷം ഡിസംബർ 13 നമ്മുടെ പൂർവീകരിക്കുക എന്ന പരിപാടി ഡിസംബർ 14, 15 തീയതികളിൽ യൂത്ത് ലീഗിൻ്റെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള STUവിൻ്റെ ഓട്ടോ തൊഴിലാളികളുടെ പാട്ടുവണ്ടി ഡിസംബർ 15 പതാകയിലും പ്രസിഡന്റ് മഹബൂബ് IT, സെക്രട്ടറി സിറാജ് വടക്കുംപാട്, VPP ഷുഹൈബ്, ഫായിസ് ബീരിച്ചേരി, അസറുദ്ദീൻ മണിയനോടി, മർസൂഖ് റഹ്മാൻ, NKP ഹാഫിസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ലോക മനുഷ്യാവകാശ ദിനാചരണം ഹൊസ്ദുർഗ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പനത്തടി പഞ്ചായത്തിന്റെ സഹകരണത്തോടെ വിപുലമായ പരിപാടി സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി പനത്തടി പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ലോക മനുഷ്യാവകാശ ദിനാചരണം സംഘടിപ്പിച്ചു. അഡീഷണൽ ജില്ലാ ജഡ്ജ് PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PM കുര്യാക്കോസ്, TLSC സെക്രട്ടറി PV മോഹനൻ എന്നിവർ സംസാരിച്ചു. പനത്തടി ഗ്രാമപഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് സുരേശൻ PP സ്വാഗതവും PLV മഹേശ്വരി K നന്ദിയും പറഞ്ഞു. അഡ്വക്കേറ്റ് MR ശിവപ്രസാദ് ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, രാജപുരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൊസ്ദുർഗ് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം PK മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു. 2024 ജൂലൈയിൽ പ്രാബല്യത്തിൽ വന്ന പെൻഷൻ പരിഷ്കരണത്തിനുള്ള അടിയന്തര നടപടികൾ കൈക്കൊള്ളുക, പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ക്ഷാമാശ്വാസ കുടിശ്ശികയും ഒറ്റത്തവണയായി നൽകുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, മെഡിക്കൽ അലവൻസ് കാലോചിതമായി വർദ്ധിപ്പിക്കുക, 70 വയസ്സ് കഴിഞ്ഞ പെൻഷനേഴ്സിന് അധിക പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും നടത്തിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം PK മാധവൻ നായർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് B പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം VV ബാലകൃഷ്ണൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് V കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി K ചന്ദ്രശേഖരൻ സ്വാഗതവും ട്രഷറർ K സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPM മുൻ ജില്ലാ സെക്രട്ടറി AK നാരായണൻ അനുസ്മരണം കാഞ്ഞങ്ങാട്ട് നടന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. CPM മുൻ ജില്ലാ സെക്രട്ടറി AK നാരായണന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അനുസ്മരണ സമ്മേളനം നടത്തി. കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. ബീഡി തൊഴിലാളി ഫെഡറേഷൻ, കേരളത്തിലെ എല്ലാ ബീഡി തൊഴിലാളി യൂണിയനുകളുടെയും ഏകോപന സമിതിയുടെ നേതാവായിരുന്നു സഖാവ് C ആയിരുന്നു ബീഡി തൊഴിലാളികളുടെ സമുന്നതനായ നേതാവ്. ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള കണ്ണൂരിലെ സഖാവ് KP സഹദേവൻ ബീഡി തൊഴിലാളി സംഘടനയുടെ ഏറ്റവും ഊർജ്ജസ്വലനായ നേതാവായിരുന്നു, ഇപ്പോഴും നേതാവാണ്.
കൺസ്യൂമർ ഫെഡിൻ്റെ ചെയർമാനായി അദ്ദേഹം പ്രവർത്തിച്ചു. CPIM-ൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായി ദീർഘകാലം പ്രവർത്തിച്ചു. അത്തരമൊരു സഖാവിൻ്റെ വിയോഗം എല്ലാവർക്കും ദുഃഖമുണ്ടാക്കുന്നതാണ്. ഈ അനുസ്മരണ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇടതുപക്ഷമാണ് അന്നും ഇന്നും തൊഴിലാളികൾക്ക് കരുത്തും ഊർജവും നൽകുന്ന പ്രസ്ഥാനമെന്നും തൊഴിലാളികൾക്ക് വേണ്ടി മുന്നിൽ നിന്ന് പടപൊരുതിയ നേതാവാണ് AK നാരായണനെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ ഏരിയ സെക്രട്ടറി M പൊക്ലൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ, സാബു എബ്രഹാം, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, PK നിഷാന്ത്, കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് K രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വധശ്രമക്കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായി കോവിഡ് കെയർ സെന്ററിൽ കഴിയുന്നതിനിടെ രക്ഷപ്പെട്ട പ്രതി 4 വർഷത്തിനു ശേഷം അറസ്റ്റിൽ. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആത്തം ഖാനാണ് അറസ്റ്റിലായത്. കാസർഗോഡ് ചന്ദ്രഗിരി ജംഗ്ഷനിൽ പോലീസ് സ്ഥാപിച്ച CCTV സംവിധാനം കണ്ടെയ്നർ ലോറി ഇടിച്ച് തകർന്നു. ലോറിയെ പിന്നീട് മഞ്ചേശ്വരത്തു നിന്നും പോലീസ് പിടികൂടി. AITUC വടക്കൻ മേഖലാ ജാഥയ്ക്ക് കാസർഗോഡ് ആവേശകരമായ തുടക്കം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ. വനിതാ ലീഗ് ജില്ലാ കമ്മിറ്റി നസീമ ടീച്ചർ അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി ഒരു സർക്കാർ വിദ്യാലയത്തിൽ FM റേഡിയോ. മഞ്ചേശ്വരം മുത്യാവര ഹയർ സെക്കൻഡറി സ്കൂളിലാണ് FM റേഡിയോ സംപ്രേഷണം ആരംഭിച്ചത്. SKSSF കാസർഗോഡ് ജില്ലാ സർഗലയം 13 മുതൽ നെല്ലിക്കട്ടയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.